ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? ഒരുപാട് ദിവസമായല്ലോ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലിതിമോളുടെ അടുത്താണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വന്ന ശേഷം വീഡിയോസൊന്നും എടുത്തില്ല. ഇന്നത്തെ ദിവസം അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ കോവയ്ക്കൊക്കെ പറിക്കാൻ പോയി, കോവയ്ക്കൊക്കെ പറിച്ചു. അതൊക്കെ കാണിച്ചു തരാം. എവിടെ പോവാതി? ഞാൻ കാണിച്ചു എൻ്റെ കൂടെ വാ. ഓക്കെ. അയ്യോ തലമുട്ടല്ലേ ഇവിടെ? ഇല്ല. യെസ്, അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യം കോവയ്ക്ക പറിച്ചില്ല, കോവയ്ക്ക പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കോവയ്ക്ക പറിക്കുന്ന എന്തിനാണത്? എന്തിനാ ഇപ്പോൾ? യെസ്, കടയിൽ കൊടുക്കാനുള്ള കോവയ്ക്കാണിത്. എന്നാണ് നമ്മൾ വന്നപ്പം കണ്ട സെയിം കോവയ്ക്ക. ഒരു സൈഡിൽ നിന്ന് പറിക്കാം എന്നാ. കുഞ്ഞതൊന്നും പറിക്കണ്ടെന്ന് പറഞ്ഞു. ഇന്ന് കോവയ്ക്ക് പറിച്ച് ഞാൻ എന്നിട്ട് കടയിൽ കൊണ്ട് കൊടുക്കാൻ പോകുന്നത്. ശരി കേട്ടോ. ഇവിടുന്ന് ഓരോ സൈഡിൽ നിന്ന് പറിച്ചു പോടാ. അതിൽ വരുന്നത് ചേച്ചിമോളെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് തന്നെ കേട്ടോ. ഇതിൽ കുട്ടിയമ്മ ഇത് അപ്പുറത്തെ ചീരയൊക്കെ നട്ടിട്ടുണ്ട്. എന്തോ വിളക്കോ? നല്ല വലുത് കിട്ടും അല്ലേ? ആ ശരിയാ, നല്ല വലുതൊക്കെ ഉണ്ടേ. എല്ലാം സൂപ്പർ. കുഞ്ഞു വന്നെ ഇങ്ങോട്ട് കുഞ്ഞോ. അയ്യോ, ഡ്രാഗൺ ഫ്രൂട്ട് എത്ര നാളായത് അങ്ങനെ? ആ, കപ്പയോ? ആ, ആദ്യമാണ് നട്ടേ കപ്പ. ഓ, കർഷകൻ. അപ്പൊ കോവയ്ക്കൊക്കെ ആദ്യമാണ് പോയി വിൽക്കാൻ പോണത്. ഇപ്പൊ ഇന്ന് ഞാൻ ചെറുതായിട്ട് മുളച്ചിട്ടുണ്ട്. അതെ, ഇത് ആദ്യയുടെ കോവൽ കൃഷിയാണ് കേട്ടോ. മുണ്ടനോ? മുട്ടൻ. അതെ, അതാ കർഷകനാ, കർഷകൻ. അപ്പൊ നമ്മൾ ഇതുപോലത്തെ കുഞ്ഞൊന്നും പറക്കണ്ട, ഇനിയും കൊടുക്കാനുള്ള. ഹായ് ഹായ് കൊടുത്തേ. കാണാൻ പറ്റുന്നില്ല. ഞങ്ങളെ കാണുന്നേ. ഹായ് ഹായ്. ഓക്കെ, തിരക്കായി. അമ്മേശേ, എന്തോ പയ്യെ. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇതെവിടെ ഇനിയും കിടപ്പുണ്ടായി. സ്കൂളിൽ പോകാൻ വിളിക്കുന്ന. അടുത്ത വരവിന് ഞാൻ എടുക്കണോ? ഉണ്ടോ? തല വെക്കോളൂ. അയ്യേ, കർഷകനല്ലേ സാർ? കൊയ്യാൻ പോയതാ എടാ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇറങ്ങിപ്പോട്ടെ. പിന്നെ ഇത് കൊണ്ടേ കൊടുക്കണം കേട്ടോ. അനിയതേ കോവയ്ക്ക സെറ്റായിരുന്നു കേട്ടോ. ഇനി കോവയ്ക്ക കൊണ്ട് കൊടുക്കാനായിട്ട് പോവാണേ. പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം. കാണിച്ചേടാ, കറക്കി കാണിച്ചേടാ. ആ കൊച്ചു കറക്കി കാണിക്കട്ടെ. എന്നെ എത്രയാടാ? 980,000 രൂപയ്ക്ക് 20 രൂപ കുറവ്. അപ്പോൾ ആദ്യം സ്കൂളിൽ പോവാം. ഞാൻ മറ്റേ സാധനം വിട്ടിട്ട് വന്നു കേട്ടോ. ഫോൺ കൊണ്ടുപോയില്ലായിരുന്നു. 2 കിലോയ്ക്ക് 60 രൂപ. 30 രൂപ കിലോയ്ക്ക്. അത് തന്നെ. ആ വല മൊത്തം കയറിയെങ്കിൽ ഹോട്ടലിൽ കൊണ്ട് കൊടുക്കാം. ചോട് ചേർത്തിട്ടില്ല. പക്ഷെ മണ്ണ് മാറ്റിട്ട് ഇച്ചിരി മാറ്റിയിടും. എപ്പോഴും വെള്ളം ചെല്ലുന്നുള്ളത് കൊണ്ടേ നനവുള്ളോട്ട് പോകല. എനിക്കറിയില്ല. ഇട്ടേ നോക്കട്ടെ. എനിക്കറിയാൻ പാടില്ല. അയ്യോ, പിന്നെ അത് തന്നെ. എന്നത് ടീച്ചർ വഴക്കുറയില്ലേ? എന്റെ മോള് ഹോർലിക്സ് ആ ഓർമ്മ എനിക്ക്. ഓ വേഗം ഒരുങ്ങിപ്പോ. കൊടുക്കമ്മേ. ഒരുപാട് സന്തോഷമായി ലിതിമോളെ കാണാനായിട്ടിരിക്കുകയായിരുന്നു. ഓക്കെ ബൈ. അപ്പോൾ ലിതിമോക്ക് അടുത്ത മാസം 10-ാം തീയതി കേട്ടോ ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പം അതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാണ്ടായിരുന്നു. അതൊക്കെ ഇന്നലെ മേടിച്ചു. പിന്നെ നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ പോകും. ഇവിടെ തിരിച്ച് അടുത്ത മാസം ഫസ്റ്റിലേക്ക് വരും കേട്ടോ. അപ്പോൾ 10-ാം തീയതിയാണ് അഡ്മിറ്റ് ആവേണ്ടത്. അതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ ബേബി വരാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി എക്സൈറ്റ്മെൻറ്റിലാണ്, ഒത്തിരി സന്തോഷത്തിലാണ്. വെയിറ്റ് ചെയ്യാണ് കേട്ടോ ബേബിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഇത്രയും ദിവസം നമ്മുടെ അടുത്ത് ലിജിമോളും ചേട്ടായിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അത് പറയാൻ പറ്റില്ല. അത്രയും 10-22 ദിവസം അവർ വീട്ടിലുണ്ടായിരുന്നു. പെട്ടെന്ന് ഇനിയിപ്പോൾ വീട് ഉറങ്ങിയതുപോലെയാവും. ഇനിയിപ്പോൾ ലിജിമോളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പോയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ വേറെ നല്ല അത്രയും ദിവസം നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ എനിക്ക് അത്ര സങ്കടമില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ചേട്ടായാണെങ്കിലും അവർ പോയതിൽ ഭയങ്കര സങ്കടം. അപ്പം നമ്മൾ നാളെയാണ് വീട്ടിൽ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിതിമോളുടെ മറ്റേ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഒക്കെ അലക്കി വൃത്തിയാക്കി മടക്കി വെക്കണം, ബാഗിലാക്കി വെക്കണം. ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെക്കണം. അതിനാണ് ഞങ്ങളിന്ന് വന്നത്. പിന്നെ 2 ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചാൽ വീട്ടിൽ കുറച്ച് പണിയും കൂടെ ഉണ്ട്. അപ്പോൾ എലിക്കുട്ടിയമ്മേനെ കൂടെ തന്നെ നടക്കത്തില്ലല്ലോ, അപ്പോൾ ഞാൻ പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി ഒന്നുകൂടെ ഒന്ന് തറയിൽ ഒന്ന് പെയിൻ്റൊക്കെ അടിക്കാണ്ട് പോളിഷ് അടിക്കാണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് അടിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊച്ചു വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വീടൊക്കെ ഒന്ന് ഒരുക്കി നമ്മുടെ കുഞ്ഞൻ അതിഥിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ബാക്കി തുടരെ നമ്മൾ വട്ടവട പോയ വിശേഷങ്ങളും എല്ലാം വഴിയെ വരികയാണ്. അപ്പോൾ കുഞ്ഞാച്ചിയുടെയും ചേട്ടായുടെയും അതുപോലെ അമ്മയുടെയൊക്കെ ചാനലിൽ അത് വരുന്നതാണ്. പിന്നെ ഞാനെടുത്ത കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് സന്തോഷം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ കാണാം കേട്ടോ. സ്പെഷ്യലായിട്ട് ദേ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ എന്താ ഉണ്ടാക്കാനുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ദേ അരി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഉണ്ടോ, ഒരു തേങ്ങ ചിരണ്ടി കഴിഞ്ഞതേ പാകത്തും കൂടെ ചെണ്ടാൻ പോവാണ്. എന്താ പരിപാടി? പിടി വെക്കാണ് കേട്ടോ. നമ്മുടെ ലിതിമോക്ക് വേണ്ടി അവൾക്ക് പിടി തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മളിത് പിടി വെക്കാൻ പോവാണ്. ഭയങ്കര ആഗ്രഹമില്ലേ കൊച്ചുങ്ങൾ? എന്നേലും ആഗ്രഹം പറഞ്ഞാൽ കൊതി. യെസ്, കൊതി ആഗ്രഹമാണല്ലോ. അതന്നെ, ആഗ്രഹം ഒരാഗ്രഹം, കൊതി എന്ന് പറഞ്ഞാൽ മൂത്തുപോയത്. ആഗ്രഹം പച്ച. രണ്ടും രണ്ടാ കേട്ടോ. ആണോ? ആഗ്രഹം എന്തിനോടും തോന്നാം, സ്വർണത്തിനോട് തോന്നാം, എന്തിനോടും തോന്നാം. കൊതി എന്ന് പറയുന്ന ഭക്ഷണത്തിനോട് മാത്രമേ. അത് ശരി. ഒരു മിനിറ്റ്. അല്ല പിടി ഉണ്ടാക്കും. പിടി പെണ്ണിനെ പറ്റിച്ചു. ഇല്ല, അത് ആഗ്രഹം തീർന്നല്ലേ? സുന്ദരി പെണ്ണേ, സുന്ദരി. അപ്പൊ നമ്മുടെ ലിജിമോള് വീഡിയോ കോൾ ചെയ്യാട്ടോ. മതിയോ? അതുപോലെ ആവുന്നേ ഉള്ളൂ. ഇവിടെ ഒരാളിരിപ്പുണ്ട്. അവിയല് എന്താ തിന്നത്? വേണോ? മീൻ മറന്നതാ. അടിപൊളി. കുറവാണല്ലേ മീൻകറി കൂട്ടിയിട്ട്. ചാവാറ്റയും കാണാൻ വരുന്നത് രുചിമോക്ക് സ്പെഷ്യല്. ഓ എന്താ പൊന്നെ, ചേട്ടായി പിടിച്ചാ? ഓ ശരി. തോട്ടിലല്ല, കായലിൽ പോയി പിടിച്ച അല്ലേ? അല്ലേ? മിറ്റില്ലേലോ? നമ്മുടെ അപ്പുറം മിറ്റില്ലേലോ? കൊള്ളത്തിലല്ല, അപ്പുറം മിറ്റില്ലേ. ഓക്കെ, ഞാൻ ഇത് ഇളക്കാൻ പോട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു അവലോസ് വരെ വേണ്ട, അവലോസ് ആവുന്നതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജില്ലേ അവിടം വരെയാണ് കുഴയ്ക്കുവാണേ. അപ്പോൾ വെള്ളമാണ്, ഈ വെള്ളത്തിൻ്റെ അകത്ത് ജീരകവും വെളുത്തുള്ളി ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് ഇത് ഇളക്കുക. ഒരു മണം വരുന്നുണ്ട്, അടിപൊളി മണം. ഇതങ്ങ് കുഴഞ്ഞു വരുമ്പല്ലേ. ഞങ്ങൾക്ക് ഈ പച്ച ഇത് ഉരുട്ടുമ്പോൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് ആയിട്ടില്ല പൊടി, ഞാൻ പറഞ്ഞല്ലോ. അവലോസ് ആക്കുന്നതിൻ്റെ ഇച്ചിരി മുന്നേ പൊടി എടുക്കും, വാങ്ങി വെക്കും. പൊടി തണുത്ത ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ചങ്ങ് കുഴയ്ക്കണം. ഒരു കുറേ നേരം അങ്ങ് കുഴച്ചാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. അത് തന്നെ. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കുന്നത് കാണിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാത്ത കേട്ടോ. വീട്ടിൽ പിടിയാണെന്ന് പറഞ്ഞപ്പോഴേ ലിതിമോക്ക് കൊതിയായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വരുമ്പോൾ ഉണ്ടാക്കി തരാം. അതുകൊണ്ടാണ് മെയിനായിട്ട് വന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊതിയാകുന്ന സാധനങ്ങൾ അത് അന്നേരം ഉണ്ടാക്കി കൊടുക്കണമല്ലോ.
ശരിക്കും പിടിക്കണം അല്ലേ? ചൂടില്ലേ അമ്മ? നല്ല ചൂടാ. ഞാൻ കുറച്ച് പൊടി എടുത്ത് തിന്നട്ടെ, വയറുവേദന ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. സെറ്റായോ? അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബേസിന് കൊടുക്കാം. ഞാനേ വെള്ളം ഒഴിച്ചിട്ട് ഓക്കെ, ഉരുട്ടാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ലിതിമോള് കൈ കഴുകിയിട്ട് വരട്ടെ. വാ, അമ്മൂമ്മയുണ്ട് കേട്ടോ അവിടെ. ഐ, ലിതിമോള് കൈ കഴുകിയിട്ട് വരട്ടെ. ഇറച്ചി കഴിക്കുന്ന പിടി തന്നെ കഴിച്ചാ. ഞാൻ ഇറച്ചി കഴിക്കുന്ന പിടിയാ കഴിക്കുന്നത്. സെപ്പറേറ്റ് ഉണ്ടാക്കുന്നേ. എന്താ പിടിച്ചത് ശരിയായില്ലല്ലോ അമ്മച്ചി. ഉരുട്ടി ഒരെണ്ണം കാണിച്ചേ. അത് മുകളിലിടാൻ. പിടി ഉണ്ടാക്കിയിട്ടില്ലേ? ആ, ഒന്ന് ഇച്ചിരി വലിയ സൈസ് ആയിപ്പോയല്ലോ. അല്ല, അങ്ങനെയല്ല പിടി അല്ല, അപ്പൊ ഉണ്ടാക്കിയിട്ടില്ല, കഴിച്ചിട്ടില്ല. ഇല്ല, കഴിക്കുമ്പോ അതിന്റെ മേലോട്ട് ഇത് കോരി കറി ഒഴിക്കും. അല്ലാതെ കറി വേണ്ടെങ്കിൽ കറി അല്ലാതെ കഴിക്കും. അമ്മായത് മൊത്തം കണ്ടിട്ടില്ല. പിടി അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂല. പിടി അല്ലായിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും. പിടി ഇത് തന്നെ ഉണ്ടാക്കുക. ചിക്കനോ ബീഫ് എന്നാ വെച്ചാൽ കറി വെക്കുക. ചിക്കനാണ് കൂടുതൽ ആൾക്കാർ. ചിക്കനും പിടി ഉണ്ടാക്കി വെച്ചിട്ട് ഇടും. ആ, പിടി ഉണ്ടാക്കിയിട്ട് കറി ഒരു വെച്ച് കഴിക്കും. നമ്മൾ ചോറ് കഴിക്കുന്ന പോലെ. ഞാനും കൂടട്ടെ കേട്ടോ. ഇനി എന്തേ അങ്ങനെ ഉരുട്ടി ഇരുന്ന് ആരോ ഇടുന്നത് ഭയങ്കര വലുതാ. അമ്മച്ചി അമ്മച്ചി വലുതായിട്ടിട, ചെറുതായിട്ടിടുമ്പോ അതാ അമ്മ കഴിക്കാൻ ടേസ്റ്റ്. ഓക്കെ, എന്നാൽ ഞങ്ങൾ വേഗം തീർക്കട്ടെ കേട്ടോ. ഓക്കെ, നന്നായിട്ട് ഉരുട്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടു. എന്നിട്ട് ഇച്ചിരി വെള്ളം വെച്ച് തിളപ്പിക്കണേ. നമ്മുടെ ജീരകവും അതുപോലെ വെളുത്തുള്ളിയും കൂടെ ഇടിച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് പൊടി കുറച്ച് എടുത്ത് വെക്കണം കേട്ടോ. നമ്മൾ എന്താ പറയുക, കുഴയ്ക്കുന്നതിന് മുന്നേ വറുത്ത് വെച്ചിരുന്ന കുറച്ച് പൊടി എടുത്ത് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ മേലിങ്ങനെ ഇടണം കേട്ടോ. അപ്പം കുറച്ച് നേരം സെറ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ പിടി റെഡി റെഡി റെഡി. ഓ, സൂപ്പർ. അപ്പോൾ ഇത് നമ്മുടെ ആൾക്കങ്ങ് കൊടുത്തു കഴിയുമ്പോൾ കഴിച്ച് കഴിയുമ്പോഴേ ഫീല് നമുക്ക് കണ്ടറിയാം. നിർത്തട്ടെ? നിർത്തിയാൽ മതി, വാങ്ങണ്ട, അവിടെ ഇരിക്കട്ടെ. വെള്ളം ചൂടായതുണ്ടോ കുടിക്കാൻ? ഉണ്ട്, ഇതിലുണ്ട്. വാങ്ങണ്ടമ്മ, അവിടെ തന്നെ ഇരിക്കട്ടെ. അത് തണുത്തിട്ട് വാങ്ങാം. കോര് അമ്മ ഒരു, ഞാൻ പാത്രം എടുത്തുതരാം. ലിതിമോളെ, അമ്മൂമ്മയ്ക്ക് തരാം. സ്പൂൺ ഇട്ടോളൂ. കഴിച്ചോ? അത് ഇച്ചിരി അത്രയോ? എന്ത് കഴിക്കലേ? എങ്ങനെയുണ്ട്? കറി വേണ്ടേ? കറി വേണ്ടേ? കറി എടുത്തോണ്ട് വരാം. അപ്പൊ കഴിച്ചു നോക്കാട്ടോ. ദേ എടുത്തിട്ടുണ്ടേ. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ടേ. പിടിയും ചിക്കൻ കറി ഉണ്ടോ? അടിപൊളി ടേസ്റ്റാണ്, നല്ല ചൂടും. അപ്പോൾ വേഗം കഴിക്കട്ടെ.
കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം.